3000-ൽ പരം വേക്കൻസീസുമായി SSC CHSL എക്സാമിനേഷന്റെ 2025 നോട്ടിഫിക്കേഷൻ ഇതാ വന്നു കഴിഞ്ഞു. ഹായ്, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് എക്സാം സ്റ്റാർട്ട് ആകുകയാണ്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ ജൂണിലെ എൻട്രിയുടെ എഡ്യൂഫെസ്റ്റും സ്റ്റാർട്ട് ആയി കഴിഞ്ഞു. അപ്പോൾ ഇപ്പം പഠിച്ചു തുടങ്ങുന്നവർക്ക് ഈ ഒരു സ്പെഷ്യൽ ഓഫറിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടുന്നവരെ എക്സ്റ്റൻഡഡ് വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം ഈ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റിലൂടെ. ഇപ്പം തന്നെ ജോയിൻ ചെയ്യുമല്ലേ? അപ്പോൾ ഏതെല്ലാം പ്രായക്കാർക്കാണ് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുക, ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ജോലികൾ ഏതൊക്കെയാണ്, എങ്ങനെ അപ്ലൈ ചെയ്യണം, ആപ്ലിക്കേഷൻ പ്രോസസ്സ് എന്താണ്, സെലക്ഷൻ പ്രൊസീജിയർ എന്താണ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. സോ SSC CHSL എക്സാമിനേഷന്റെ 2025 നോട്ടിഫിക്കേഷന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോഴെല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മുടെ എക്സാം ഡേറ്റ്സ് തന്നെയാണ്. സോ കാലണ്ടർ ജസ്റ്റ് വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ കാലണ്ടറിൽ വന്നത് പ്രകാരം അല്ലെങ്കിൽ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ വന്നത് പ്രകാരം ഈ CHSL എക്സാമിനേഷന് അപ്ലൈ ചെയ്യാനുള്ള നിങ്ങളുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 18-ാം തീയതിയാണ്. സോ ജൂൺ 23-ാം തീയതി മുതൽ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. പക്ഷെ അതിനുശേഷം ഒരു മാസം ടൈം ഇല്ല, ഏകദേശം ഒരു 3 വീക്സ് പ്ലസ് ടൈം മാത്രമേ നിങ്ങൾക്കുള്ളൂ. അപ്പോൾ SSCയുടെ എല്ലാ എക്സാമിനേഷന്റെ കാര്യങ്ങളിലും പറയാറുള്ളത് പോലെ തന്നെ ലാസ്റ്റ് മിനിറ്റിലേക്ക് നിങ്ങൾ പോകരുത്. നിങ്ങൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, സോ 23-ാം തീയതി ജൂൺ മുതൽ ജൂലൈ 18-ാം തീയതി വരെയാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ആക്റ്റീവ് ആയിട്ട് ഉണ്ടാവുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ട് തന്നെ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. ഫീ പേയ്മെന്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആൻഡ് എക്സാം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് 2026-ലാണ്. സോ അതിലൊരു ചെറിയ Tier 2 എക്സാമിനേഷൻ ആണ് നമ്മുടെ ഫെബ്രുവരി ടു മാർച്ച് 2026 വരുന്നത്. അതേസമയം നമ്മുടെ Tier 1 എക്സാമിനേഷൻ സെപ്റ്റംബറിലായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. സോ CGL എക്സാം നടക്കുന്നത് ഇവിടെ ഓഗസ്റ്റ് ലാസ്റ്റ് 2 വീക്സിലാണ്. അപ്പോൾ CHSL അതിന്റെ തൊട്ട് പിന്നിൽ അതിന് ശേഷം ഏകദേശം സെപ്റ്റംബറിലായിരിക്കും നടക്കുന്നുണ്ടാവും. ഓക്കെ, ആൻഡ് Tier 2 എക്സാമിന്റെ ഡേറ്റ് ആണ് ഫെബ്രുവരി ടു മാർച്ച് 2026 എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി വീണ്ടും ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉള്ള നമ്മുടെ ആകാംക്ഷ എത്ര വേക്കൻസീസ് ഉണ്ടാവുന്നതായിരിക്കും അല്ലെ? സോ ഡെഫിനറ്റ്ലി ഇത്തവണ 3000-ൽ പരം വേക്കൻസീസ് 3131 വേക്കൻസീസ് ആണ് 2025-ൽ CHSL എക്സാമിൽ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2024-ലും നമുക്ക് ഏകദേശം 3000 പ്ലസ് വേക്കൻസീസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. 3700-ന്റെ അടുത്ത് എങ്ങാണ്ടായിരുന്നു വേക്കൻസീസ് ഉണ്ടായിരുന്നത്. ഇനി അതുപോലെ തന്നെ അതിന് തൊട്ട് പിന്നിലത്തെ വർഷമായിരുന്നെങ്കിൽ 2023-ലേക്ക് പോകുമ്പോൾ 1600 സംതിങ് വേക്കൻസീസ് ആയിരുന്നു. അതിൽ താഴേക്ക് പോകുമ്പോഴേക്കും ഏകദേശം ആ ഒരു 3000-4000 റേഞ്ചിലായിരുന്നു വേക്കൻസീസ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2022-ൽ മാത്രമാണ് കുറച്ച് വേക്കൻസീസ് കുറവുണ്ടായിരുന്നത്. 2023-ൽ മാത്രമാണ് കുറച്ച് വേക്കൻസീസ് കുറവുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെ 3000 പ്ലസ് വേക്കൻസീസ് ആണ് ഇത്തവണ CHSL എക്സാമിൽ അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ അടുത്തതായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നത് ഏതൊക്കെ പോസ്റ്റുകളിലേക്കായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നത് എന്നായിരിക്കും അല്ലെ? സോ പല സെൻട്രൽ ഗവൺമെന്റ് മിനിസ്ട്രീസിലേക്കും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ്സിലേക്കും നടക്കുന്ന കംപ്ലീറ്റ്ലി ക്ലറിക്കൽ ആയിട്ടുള്ള പോസ്റ്റുകളാണ് CHSLന്റെ റിക്രൂട്ട്മെന്റിലൂടെ ഫുൾഫിൽ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതിൽ പ്രധാനമായിട്ട് വരുന്നത് 3 പോസ്റ്റുകളാണ്. അതിലൊന്ന് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് A, നെക്സ്റ്റ് ലോവർ ഡിവിഷൻ ക്ലർക്ക് അല്ലെങ്കിൽ LDC, പിന്നെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ JSA. ഓക്കെ, അപ്പോൾ ഈ 3 പോസ്റ്റുകളിലേക്കാണ് സാധാരണ CHSL എക്സാമിന്റെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഇതിന് മുൻപ് ഒരു 2 ഇയേഴ്സ് മുമ്പ് വരെ സോർട്ടിംഗ് അസിസ്റ്റന്റും പോസ്റ്റൽ അസിസ്റ്റന്റും PA ആൻഡ് SA എന്ന് പറയുന്ന 2 പോസ്റ്റുകൾ കൂടി ഉണ്ടായിരുന്നു. അത് പക്ഷേ ഇപ്പൊ CGLലേക്ക് മാറി. CGLന്റെ നോട്ടിഫിക്കേഷനിൽ അത് ഓൾറെഡി ആഡഡ് ആണ്. സോ ഈ 3 പോസ്റ്റുകളാണ് CHSLന്റെ റിക്രൂട്ട്മെന്റിലൂടെ നടക്കുന്നത്. കംപ്ലീറ്റ്ലി ക്ലറിക്കൽ ആയിട്ടുള്ള ജോലികളാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫങ്ഷണൽ റിക്വയർമെന്റ് എന്ന് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലെ? അല്ലെങ്കിൽ ഡിസബിലിറ്റി കാറ്റഗറി എന്നൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം കാണുന്നുണ്ടാകും. അപ്പൊ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫങ്ഷണൽ റിക്വയർമെന്റ് ഉദ്ദേശിക്കുന്നത് ഈ ജോലിയിൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിട്ടാണ് ഈ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ ചെയ്യേണ്ട ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ STWMF എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ S എന്ന് പറയുന്നത് ബേസിക്കലി സിറ്റിംഗ് ആണ്, ST എന്ന് പറയുന്നത് സ്റ്റാൻഡിംഗ് ആണ്, ഇനി W എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാക്കിംഗ്, അതുപോലെ തന്നെ നമ്മൾ MF എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനിപ്പുലേഷൻ വിത്ത് ഫിംഗേഴ്സ് ആണ്. എന്ന് വെച്ചാൽ
വിരലുകൾ കൊണ്ട് നിങ്ങൾ ജോലി ചെയ്യേണ്ടതായിട്ട് വരും. ബേസിക്കലി ടൈപ്പിംഗ് ജോലികളാണ്, അതുകൊണ്ടാണ് മാനിപ്പുലേഷൻ വിത്ത് ഫിംഗേഴ്സ് MF എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇവിടെ RW റീഡിങ് ആൻഡ് റൈറ്റിംഗ്, അതുപോലെ തന്നെ SE എന്ന് പറയുന്നത് സീയിങ്ങും, H എന്ന് പറയുന്നത് ഹിയറിംഗും ആണ്. സോ നിങ്ങൾ എഴുന്നേറ്റ് ഒരുപാട് ജോലി അങ്ങനെ ചെയ്യേണ്ടി വരത്തില്ല, പക്ഷെ ഒരുപാട് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഉള്ള ജോലികളൊന്നും ആയിരിക്കില്ല CHSL എക്സാമിലൂടെ ഉള്ള പോസ്റ്റുകളിൽ വരുന്നത്. പകരം അധികവും ക്ലറിക്കൽ ഡ്യൂട്ടികൾ തന്നെയായിരിക്കും. സോ ഇവിടെ നിങ്ങൾക്ക് അറിയാലോ, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാലും ക്ലർക്ക് എന്നൊക്കെ പറഞ്ഞാലും ജസ്റ്റ് ഓഫീസ് ജോബ് ആണ്. അതായത് 9 to 5 രാവിലെ പോയി വൈകുന്നേരം നിങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ വരാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ജോലിയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി അടുത്തതിൽ ഇനി LDCക്കും ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനും ഇവിടെ 1-2 ഫംഗ്ഷനാലിറ്റി വ്യത്യാസമുണ്ട് അല്ലേ. ഇവിടെ BN കൂടിയുണ്ട്. BN എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെൻഡിങ് എന്നാണ് അർത്ഥം, ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പൊ ഇത്രയും ഫംഗ്ഷനാലിറ്റി നിങ്ങളുടെ ബോഡിക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ അതുകൊണ്ട് തന്നെ കുറെ അധികം ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാർക്കും ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി പ്രത്യേകം റിസർവേഷൻ ഉണ്ട്, ഏജ് റിലാക്സേഷൻ അടക്കം അല്ലാതെ റിസർവേഷനും വരുന്നുണ്ട്. സോ അങ്ങനെയുള്ളവർക്കും ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്കും ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ആ ഡിസബിലിറ്റീന്റെ ഡീറ്റെയിൽസ് എന്താണെന്നും കൂടെ ഞാൻ പറയാം. അങ്ങനെയുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പം ഏതൊക്കെ തരത്തിലുള്ള ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. സോ ഇതിൽ നിങ്ങൾക്ക് LV എന്ന് കാണാം. LV എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോ വിഷൻ ആണ്. നെക്സ്റ്റ് D എന്ന് പറയുന്നത് ഡെഫ് ആണ്. നെക്സ്റ്റ് H എന്ന് പറഞ്ഞാൽ ഹാർഡ് ഓഫ് ഹിയറിംഗ്, അതായത് കേൾക്കാൻ ബുദ്ധിമുട്ടുള്ളവർ. ഇനി O എന്ന് വെച്ചാൽ 1 arm. നെക്സ്റ്റ് ഇവിടേക്ക് B എന്ന് പറഞ്ഞാൽ ബോത്ത് ആംസ്, അങ്ങനെ ഉള്ള ആൾക്കാർ. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാർക്കും ഈ ജോലിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ? ഓക്കെ, സോ ഇതിനകത്ത് ബാക്കി ഇതാ ഇപ്പം LC ഉണ്ട്, അതുപോലെ തന്നെ CP ഉണ്ട്. സോ അപ്പോൾ ഇവിടെ CP എന്ന് പറയുന്നത് സെറിബ്രൽ പാൾസി ആണ്. അതുപോലെ തന്നെ LC എന്ന് പറയുന്നത് ലെപ്രസി വിച്ച് ഇസ് ക്യൂർഡ്, അതാണ് നമ്മൾ LC എന്ന് പറയുന്നത്. അങ്ങനെ ഇതുപോലത്തെ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ളവർക്കും ഈ ജോലി സ്യൂട്ടബിൾ ആണ്. സോ അതുകൊണ്ടാണ് സ്യൂട്ടബിൾ കാറ്റഗറി ഓഫ് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി എന്നിവിടെ പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചോളൂ കേട്ടോ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും നമ്മളിവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പേ സ്കെയിലാണ്. സോ പേ സ്കെയിൽ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെയാണ്. ഇതെല്ലാം തന്നെ എൻട്രി ലെവൽ ജോബ്സ് എന്ന് പറയാൻ പറ്റില്ല. സോ ലെവൽ 2ഉം ഹയറും ആണ് ഇവിടെ പേ ലെവലിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ LDC ആൻഡ് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ഇത് രണ്ടും പേ ലെവൽ 2വിൽ വരുന്ന ജോലികളാണ്. സോ ഒരു 19,900 മുതൽ 62,200 വരെയാണ് ഇതിന്റെ പേ സ്കെയിൽ വരുന്നത്. അപ്പൊ അതിന്റെ ഇൻഹാൻസ് സാലറി എത്രയാണ് വരുന്നത് നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഡേറ്റ എൻട്രി ഓപ്പറേറ്ററും ഉണ്ട്. ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിന്റെ ഗ്രേഡ് A ഉണ്ട് അല്ലെ. സോ ഇത് രണ്ടും ലെവൽ 4 പോസ്റ്റുകളാണ്. അപ്പൊ അതിന്റെ പേ സ്കെയിൽ ഏകദേശം 25,500 തൊട്ട് 81,100 വരെയാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ പേ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് തന്നെ ഒരുപാട് വ്യത്യാസം വരും. നിങ്ങളുടെ പോസ്റ്റിംഗ് ഏത് സിറ്റിയിലാണോ, ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ, അല്ലെങ്കിൽ ഏത് മിനിസ്ട്രി ആണോ, അതിനനുസരിച്ച് നിങ്ങൾക്ക് ആക്ച്വലി കിട്ടുന്ന സാലറിയിൽ വ്യത്യാസം വരും. ഫോർ എക്സാമ്പിൾ ചില മിനിസ്ട്രീസിലൊക്കെ അവരുടെ ആ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകം ഫണ്ട് ഉണ്ടാകും. സോ അങ്ങനെയുള്ള എക്സ്ട്രാ പെർക്സ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇനി ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിലാണ് നമുക്ക് ഈ പോസ്റ്റിംഗ് ലഭിക്കാന്നാണ് ഉള്ളതൊക്കെയാണ്. ഒന്ന് CBI, നെക്സ്റ്റ് അത് നിങ്ങൾക്ക് അറിയാലോ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, നെക്സ്റ്റ് ഇന്റലിജൻസ് ബ്യൂറോ, നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി, Ministry of Defense, Ministry of External Affairs, Election Commission of India, Customs, Excise and Service Tax, Ministry of Civil Aviation, Ministry of Communication, Department of Science and Technology, Ministry of Textiles, NTRO, Narcotics Control Bureau, the NCB ആണ്. നെക്സ്റ്റ് NIC, National Information Center, Cabinet Secretariat and Central Bureau of Narcotics. അപ്പോൾ ഇത്രയും പോസ്റ്റുകൾ, ഇത്രയും കാറ്റഗറീസിലേക്ക് അല്ലെങ്കിൽ ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് ഈ പോസ്റ്റുകളിലൂടെ നിങ്ങൾക്ക് ജോലിക്ക് ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിലെ ഒരു ക്ലർക്കായിട്ടാണ് വരുന്നതെങ്കിൽ അവിടെയുള്ള ജോലി ആയിരിക്കില്ല നിങ്ങൾക്ക് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൽ ഉണ്ടാവും. ഓക്കെ, പക്ഷേ ഓവറോൾ നിങ്ങളുടെ ജോലികൾ സെയിം ആയിരിക്കും. അതായത് ക്ലറിക്കൽ ഡാറ്റ കൂടുതലായിട്ടും ഹാൻഡിൽ ചെയ്യുക, ഫയൽസ് മെയിൻറ്റെയിൻ ചെയ്യുക, വരുന്ന മെയിൽസിനൊക്കെ റിപ്ലൈ കൊടുക്കുക, RTI ക്വയറീസ് ഒക്കെ, അതിന്റെ അധികം ഡ്രാഫ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലികളായിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇത്രയാണ് പോസ്റ്റിന്റെ ഡീറ്റെയിൽസ്. ഇനി അടുത്തത് നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഏജ് ലിമിറ്റ് തന്നെയാണ് അല്ലെ. സോ ഇവിടെ 1/1/2026, സോ January 1, 2026 പ്രകാരമുള്ള ഏജ് ലിമിറ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. സോ 18 to 27 years ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ആക്ച്വലി ഇതിന്റെ പ്രോപ്പർ ഡേറ്റ്സ് തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന ഡേറ്റ്സ് പ്രകാരം January 2, 1999 1999
ജനുവരി 1, 2008 ഇടയിൽ ജനിച്ചവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ജനുവരി 1, 1999 മുതലാണ് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ കാറ്റഗറിയിൽ പെടുന്നവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നിങ്ങളുടെ ഏജ് ഇതിലാണോ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിയർ ആയിട്ടൊന്ന് കൺഫേം ചെയ്ത് നോക്കുക. ഓക്കെ, പക്ഷേ ഇനി അങ്ങനെ അല്ലെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾക്ക് മേ ബി നിങ്ങൾ ജനറൽ കാറ്റഗറി അല്ല, ഏതെങ്കിലും റിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ അതിനനുസരിച്ചും ഏജിന് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തത് ഇതിന് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് ആണ്. സോ ഡയറക്ട്ലി ssc.gov.in എന്ന് പറയുന്ന SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ആൻഡ് ആപ്ലിക്കേഷൻ ഫീ ആക്ച്വലി 100 രൂപയാണ്. അതേസമയം പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും SC/ST കാറ്റഗറിയിൽ പെടുന്നവർക്കും പേഴ്സൺസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റി അങ്ങനെയുള്ളവർക്കും ഒന്നും തന്നെ കംപ്ലീറ്റ് ഫീയിൽ നിന്നും നിങ്ങൾക്ക് എക്സംഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്നും 1 രൂപ പോലും കൊടുക്കണ്ട, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇത്തരം കാറ്റഗറിയിലുള്ളവർക്ക്, അതായത് SC/ST, വിമൻ ആൻഡ് PWD ഇത്തരം റിലാക്സേഷൻ വരുന്ന കാറ്റഗറീസിന് കംപ്ലീറ്റ് ഫീ എക്സംഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇനി നമ്മുടെ എക്സാമിന്റെ സ്കീമും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. സോ പ്രധാനമായിട്ടും 2 ലെവൽസിലൂടെയാണ് SSCയുടെ CHSL എക്സാമിനേഷൻ മുന്നോട്ട് പോകുന്നത്. അത് Tier 1 എക്സാം എന്നും Tier 2 എക്സാം എന്നുമാണ് നമ്മൾ സാധാരണ വിളിക്കുന്നത്. അപ്പോൾ അതിൽ Tier 1 എക്സാം നമ്മുടെ CGL എക്സാം പോലെ തന്നെയാണ്, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല, അതുപോലെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ 4 സെക്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് 4 സെക്ഷൻസിനും തുല്യ വെയിറ്റേജ് ആണ്. സോ ഇവിടെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഉണ്ട്, നെക്സ്റ്റ് ഇവിടെ വരുന്നത് ജനറൽ അവയർനെസ്സും പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജും ആണ്. അപ്പോൾ ഇതൊരു +2 ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, +2 ആണ് ഇതിന്റെ മിനിമം റിക്വയർമെന്റ് കേട്ടോ. എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ബോർഡിൽ നിന്ന് വരുന്ന +2 സർട്ടിഫിക്കറ്റ് ആണ്. അതിൽ ഇത്ര മാർക്സ് ഒന്നുമില്ല. +2 നിങ്ങൾ ജസ്റ്റ് പാസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിലി എക്സാമിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതൊരു +2 ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മുടെ CGL ലെവൽ അത്രയും കട്ടി ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. ക്വസ്റ്റ്യൻസിന്റെ നിലവാരവും അതുപോലെ തന്നെയായിരിക്കും. അതായത് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും, ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ കൂടെ ഇവിടെ ബേസിക് നോളജ് ആണ് പ്രതീക്ഷിക്കുന്നത്. ഇനി മാത്സിലും ബേസിക് അരിത്മെറ്റിക് സ്കിൽസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ടോട്ടലി ഓരോ സെക്ഷനിൽ നിന്നും 25 ക്വസ്റ്റ്യൻസ് വീതം ഉണ്ടാകും. ഒരു ക്വസ്റ്റിന് 2 മാർക്ക് വീതം വെയിറ്റേജ് ആണ്. ഹാഫ് മാർക്ക് നെഗറ്റീവ് മാർക്കിങ്ങും വരുന്നുണ്ട്. സോ ടോട്ടലി 100 ചോദ്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇവിടെ 200 മാർക്കാണ് നേടേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് അനുവദിച്ച് വരുന്ന സമയം എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. ഇൻ കേസ് നിങ്ങൾ ഇത്തിരി ഡിസബിലിറ്റി ഉള്ള ആളാണ്, നിങ്ങൾക്ക് ഒരു സ്ക്രൈബിനെ കൊണ്ടാണ് ജോലി ഈ എക്സാം ചെയ്യിക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു 20 മിനിറ്റ്സും കൂടെ അധികം ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് Tier 1 എക്സാമിന്റെ ഒരു പ്രത്യേകത. സോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എനിക്കറിയില്ല, നിങ്ങൾക്ക് അറിയോ, നമ്മൾ പല തവണ പറഞ്ഞിട്ടുണ്ട്. സോ CHSL എക്സാമിനേഷൻ ഇംഗ്ലീഷിലും അവൈലബിൾ ആണ്, ഹിന്ദിയിലും അവൈലബിൾ ആണ്. അതുകൂടാതെ 13 ലോക്കൽ ലാംഗ്വേജസിലും നിങ്ങൾക്ക് ഈ എക്സാം എഴുതാൻ വേണ്ടി ചൂസ് ചെയ്യാം. സോ അതിനകത്ത് മലയാളം ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇൻ കേസ് ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും, അല്ലാതെ ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മലയാളം ഉൾപ്പെടെ ലോക്കൽ ലാംഗ്വേജിൽ എഴുതാനുള്ള ഒരു ഫീച്ചർ കൂടി അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി ഒബ്ജക്റ്റീവ് ആയിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഫുള്ളി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. ഇനി അതിനുശേഷം നമ്മുടെ Tier 2 എക്സാമിനേഷൻ നോക്കുകയാണെങ്കിൽ Tier 1 എക്സാമിനേഷൻ ക്ലിയർ ചെയ്യുന്നവരായിരിക്കും Tier 2 എക്സാമിനേഷന് പോവുക. അപ്പോൾ ഇതിനെ പല സെഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ സെഷൻ 1, അതിനകത്ത് തന്നെ സെക്ഷൻ 1ഉം സെക്ഷൻ 2ഉം സെക്ഷൻ 3ഉം ഉണ്ട്. അതിനുശേഷം ഒരു സെഷൻ 2 ഉണ്ടാകും. സോ സെഷൻ 2ൽ പ്രധാനമായിട്ടും നമ്മുടെ ടൈപ്പിങ്ങിന്റെ ഒക്കെ സ്കിൽ ടെസ്റ്റ് ആണ് വരുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു ക്ലറിക്കൽ ജോബാണ്, ഡേറ്റ എൻട്രി ആണ്. സോ ഡെഫിനറ്റ്ലി ടൈപ്പിംഗ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. സോ ടൈപ്പിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്കിൽ ടെസ്റ്റോ അല്ലെങ്കിൽ ഒരു സ്പീഡ് ടെസ്റ്റോ ഉണ്ടാവാറുണ്ട്. സോ അത് കംപ്ലീറ്റ്ലി വരുന്നത് സെക്കൻഡ് സെഷനിലാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ സെഷനിൽ നമ്മളിതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ല, 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് സെക്ഷൻ 1, അടുത്തത് സെക്ഷൻ 2 ആൻഡ് സെക്ഷൻ 3. സോ സെക്ഷൻ 1ലും 2ലും വരുന്നത് നമ്മൾ ജനറൽ ആയിട്ട് നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ടോപ്പിക്സ് ഉണ്ടായിരുന്നു 4 എണ്ണം അല്ലെ, അത് 4ഉം ഡിവൈഡ് ചെയ്ത് 2 സെക്ഷൻസിലായിട്ടാണ് ഈ സെഷൻ 1ന്റെ സെക്ഷൻ 2ൽ വരുന്നത്. സോ മാത്സും റീസണിങ്ങും ഒരു സെഷനാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് 1 അവർ കിട്ടും. നെക്സ്റ്റ് ഇംഗ്ലീഷും അതുപോലെ തന്നെ ജനറൽ അവയർനെസ്സും ആണ്. അപ്പോൾ അതിനും നിങ്ങൾക്ക് ഇത്രയും തന്നെ സമയം കിട്ടും. ക്ലിയർ? സോ 1 hour ഫോർ ഈച്ച് സെക്ഷൻ എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അതല്ല, നിങ്ങൾ സ്ക്രൈബിനെ വെച്ചാണ് എഴുതിക്കുന്നതെങ്കിൽ അവിടെ 20 മിനിറ്റ്സ് എക്സ്ട്രാ ആയിട്ടും കിട്ടും.
ക്ലിയർ? സോ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ ആൻഡ് ജനറൽ അവയർനെസ്. അപ്പോൾ ഇത് രണ്ടാമത്തെ സെക്ഷനിൽ വരും. ഇനി അതുകൂടാതെ ഒരു കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ഉണ്ട്. സോ ഇത് നിങ്ങളുടെ ടൈപ്പിംഗ് ടെസ്റ്റ് അല്ല, ഇതും ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ടെസ്റ്റ് തന്നെയാണ്. എന്ന് വെച്ചാൽ ഒരു 15 ചോദ്യങ്ങൾ ഉണ്ടാകും, അതിന് ഓപ്ഷൻസ് ഉണ്ടാകും, നിങ്ങൾ ഓപ്ഷൻസിൽ നിന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾ ടൈപ്പിംഗ് അല്ല ചെയ്യേണ്ടത്. സോ പലർക്കും ഉള്ള കൺഫ്യൂഷനാണ് കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റും ടൈപ്പിംഗ് ടെസ്റ്റും ഒന്നാണോന്ന്. അല്ല, ഇത് കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇന്റർനെറ്റ് എന്താണ്, കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ പാർട്സ്, പിന്നെ സോഫ്റ്റ്വെയർ റിലേറ്റഡ് കാര്യങ്ങൾ, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ്, MS ഓഫീസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് ഇതിലെ ചോദ്യങ്ങൾ വരും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. സെക്ഷൻ 1 and 2 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്ന അതേ ടോപ്പിക്സ് തന്നെ. സെക്ഷൻ 2-3 കമ്പ്യൂട്ടറിന്റെ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യനും ഒരു ചോദ്യത്തിന് 3 മാർക്ക് വീതമാണ് ഇവിടെ വെയിറ്റേജ് വരുന്നത്. സോ ടോട്ടൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി അത് കൂടാതെ നമുക്ക് വരുന്ന നെക്സ്റ്റ് സെക്ഷൻ 3 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോഡ്യൂൾ 2 എന്ന് പറയുന്നത് സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് ആണ്. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്കിൽ ടെസ്റ്റ് പല കാൻഡിഡേറ്റ്സിനുമാണത്. അത് നിങ്ങൾക്ക് ഇവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പാർട്ട് A ആൻഡ് പാർട്ട് B 2 ഭാഗങ്ങളായിട്ടാണ് വരുന്നത്. അപ്പോൾ പാർട്ട് എയിൽ സ്കിൽ ടെസ്റ്റ് ഫോർ DEOs ഇൻ ഡിപ്പാർട്ട്മെന്റ് ഓർ മിനിസ്ട്രി മെൻഷൻഡ് ഇൻ പാരഗ്രാഫ് 8.1. അത് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പാർട്ട് Bയിൽ വരുന്നത് മിനിസ്ട്രി 8.1 മെൻഷൻ ചെയ്യാത്ത മിനിസ്ട്രികളിൽ വരുന്ന ആൾക്കാർക്കുള്ള സ്കിൽ ടെസ്റ്റ് ആണ്. ഓക്കെ, ഇനി പാർട്ട് C എന്ന് പറയുന്നത് ടൈപ്പിംഗ് ടെസ്റ്റ് ആണ്. സോ ഇവിടെ ശ്രദ്ധിക്കുക, DEOക്ക് വരുന്നത് സ്കിൽ ടെസ്റ്റും അതുപോലെ ടൈപ്പിംഗ് ടെസ്റ്റ് വരുന്നത് LDCക്കും JSAക്കും ആണ്. ക്ലിയർ? ഇത്രയും ക്ലിയർ ആയല്ലോ. സോ സ്കിൽ ടെസ്റ്റ് വരുന്നത് DEOക്ക് മാത്രമാണ്, LDC ആൻഡ് JSAക്ക് വരുന്നത് ടൈപ്പിംഗ് ടെസ്റ്റ് ആണ്. അപ്പോൾ അതിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ഒരു മണിക്കൂറിൽ ഒരു മിനിറ്റിൽ ഇത്ര കീ ഡിപ്രഷൻസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഗിവൺ ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ട്. സോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് സ്കിൽ ടെസ്റ്റ്. സോ DEOക്ക് വേണ്ട സ്കിൽ ടെസ്റ്റിന്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നെക്സ്റ്റ് ഈ ഇതിൽ മെൻഷൻ ചെയ്യാത്ത മിനിസ്ട്രീസിൽ വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ ബേസിക്കലി ഇവിടെ നമുക്കൊരു പാസേജ് തരും, അത് കമ്പ്യൂട്ടറിൽ നമ്മൾ ടൈപ്പ് ചെയ്യുക. അതിനെയാണ് നമ്മൾ ഇവിടെ സ്കിൽ ടെസ്റ്റ് എന്ന് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? അപ്പോൾ ഇറ്റ് വിൽ ബി for 15 minutes printed matter in English containing about 4000 words. ഇതായിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. സോ അപ്പോൾ ഇതിൽ ഇത്രയും നമ്പർ ഓഫ് കീ ഡിപ്രഷൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ഇവിടെ മറ്റേ സെക്കൻഡറിയിലേക്ക് പാർട്ട് Bയിലേക്ക് വരുമ്പോഴേക്കും 2000 to 2200 കീ ഡിപ്രഷൻസ് ആയിരിക്കും വേണ്ടത്. എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ 4000 കീ ഡിപ്രഷൻസ് ആയിരിക്കും നമുക്ക് ഈ 15 മിനിറ്റ്സിൽ വേണ്ടത്. ക്ലിയർ? അപ്പോൾ ഇതാണ് പാർട്ട് A ആൻഡ് Bയിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ടൈപ്പിംഗ് ടെസ്റ്റ് ആണ്. ക്ലിയർ? അപ്പോൾ ഇനി നമ്മുടെ സ്കീം ഓഫ് ദ Tier 2 എക്സാമിനേഷൻ ജസ്റ്റ് ഒന്നും കൂടെ നോക്കാം. ഒരു ക്വസ്റ്റിന് 3 മാർക്ക് വീതമാണ് വെയിറ്റേജ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഒരു ക്വസ്റ്റിന് 3 മാർക്ക് വെയിറ്റേജ് വരുന്നത് കൊണ്ട് തന്നെ 1/3, അതായത് 1 മാർക്ക് നെഗറ്റീവ് മാർക്കിങ്ങിൽ വരുന്നുണ്ട്. സോ അപ്പോൾ നിങ്ങൾ ഇനി അഥവാ ഒരു ക്വസ്റ്റിന് ആൻസർ ചെയ്യാതെ വിട്ട് കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അവിടെ നിങ്ങൾക്ക് മാർക്ക് പോയില്ല. പക്ഷെ ആൻസർ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് പോകും. ക്ലിയർ? ഓക്കെ, ഇത്ര എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. സോ ഇവിടെ കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ, ഇതാ ഈ ഒരു ടെസ്റ്റ്, ഇതൊരു ക്വാളിഫയിങ് നേച്ചറുള്ള ടെസ്റ്റ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഒന്നെങ്കിൽ പാസ്സാവുക അല്ലെങ്കിൽ ഫെയിൽ ആവുക. ഇതിന്റെ മാർക്ക് നിങ്ങളുടെ ഫൈനൽ മെറിറ്റിലേക്ക് കൂട്ടില്ല. സോ ഇറ്റ് ഈസ് ഓൺലി ഫോർ ക്വാളിഫയിങ് നേച്ചർ. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ ഈ ഒരു ഇൻഹാൻസ് സാലറീൻ്റെ ഡീറ്റെയിൽസും കൂടെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഹാൻസ് സാലറിയിൽ നമുക്ക് നേരത്തെ നിങ്ങൾ കണ്ടല്ലേ, ഇവിടെ ലെവൽ 2ഉം ലെവൽ 4ഉം ഒക്കെയാണ് വന്നിട്ടുള്ളത്. സോ ഇവിടെ 34,000 to 76,000 ആണ് അപ്രോക്സിമേറ്റ് ആയിട്ട് LDCക്കും JSAക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ച് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പോസ്റ്റിംഗ് നിങ്ങൾക്ക് ഏത് സിറ്റിയിലാണ് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഇന്ത്യയിലെ സിറ്റീസിന് X കാറ്റഗറി, Y കാറ്റഗറി ആൻഡ് Z കാറ്റഗറി ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ X കാറ്റഗറി എന്ന് പറഞ്ഞാൽ മെട്രോപൊളിറ്റൻ സിറ്റീസ്, ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ് ഒക്കെ പോലെയുള്ളത്. ഇനി അതല്ല Y കാറ്റഗറി സിറ്റീസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു ടൗൺസ് ഒക്കെ പോലെ, നമ്മുടെ കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ ഒക്കെ പോലെയുള്ള സ്ഥലങ്ങൾ. എന്നാൽ ഇനി Z കാറ്റഗറി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി റൂറൽ ആയിട്ടുള്ള വില്ലേജ് പോയിട്ടുള്ള പോലത്തെ ഏരിയാസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഇതിൽ ഏത് കാറ്റഗറിയിലാണോ നിങ്ങൾക്ക് പോസ്റ്റിംഗ് കിട്ടുന്നത് അതിനനുസരിച്ചാണ് നിങ്ങളുടെ HRAയും ട്രാവൽ അലവൻസും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ നിങ്ങളൊരു മെട്രോപൊളിറ്റൻ സിറ്റീസിലാണ് നിങ്ങളുടെ പോസ്റ്റിംഗ് വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അവിടുത്തെ എക്സ്പെൻസ് കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങളുടെ HRAയും
ട്രാവൽ അലവൻസും ഒക്കെ കൂടുതലായിരിക്കും. ഇത് നിങ്ങളുടെ ഇൻഹാൻസ് സാലറി ഡിസൈഡ് ചെയ്യുന്ന ഒരു വലിയ ഫാക്ടറാണ്. ഇനി ഇത് മാത്രമല്ല, ചില മിനിസ്ട്രീസിനും ചില ഡിപ്പാർട്ട്മെന്റ്സിനും അവരുടേതായിട്ടുള്ള എക്സ്ട്രാ അലവൻസസുകൾ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളതും കൂടെ ബേസ്ഡ് ആയിട്ടാണ് നിങ്ങളുടെ ഇൻഹാൻസ് സാലറി വരുന്നത്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഉറപ്പിക്കാം, മിനിമം 35,000 എന്തായാലും LDCക്കും GSCക്കും പെർ മന്ത് കിട്ടും. ഇനി DEOക്ക് ആണെങ്കിൽ മിനിമം 40,000 എന്തായാലും കിട്ടും. അതിന് മുകളിലേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് എത്രയാണ് വരുന്നതെന്ന് നിങ്ങളുടെ പോസ്റ്റിങ്ങിന്റെ സിറ്റിയും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റും അനുസരിച്ചിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് രണ്ടാമത്തെ, അതായത് Tier 2 എക്സാമിനേഷന്റെ പെർഫോമൻസ് ബേസ്ഡ് ആയിട്ട് മാത്രമാണ്. അതിൽ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ മാർക്സ് കൂട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ Tier 1 എക്സാമിനേഷൻ ക്വാളിഫൈങ് നേച്ചറിലാണ് വരുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ മാർക്ക് ഉപയോഗിച്ച് നിങ്ങൾ Tier 2ലേക്ക് നിങ്ങൾ ജസ്റ്റ് ഫിൽട്ടർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അതിൽ പഠിച്ചത് വേസ്റ്റ് ആവുന്നില്ല. കാരണം Tier 1 എക്സാമിൽ നിങ്ങൾ പഠിക്കുന്ന അതേ സബ്ജക്റ്റുകൾ തന്നെയാണ് വേറെ വെയിറ്റേജോട് കൂടി, അതായത് ഒരു ക്വസ്റ്റിന് 3 മാർക്ക് എന്നുള്ള വ്യത്യാസത്തോടു കൂടി Tier 2 എക്സാമിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 4 സബ്ജക്റ്റുകൾ തന്നെയാണ് നിങ്ങൾ നന്നായിട്ട് പഠിക്കേണ്ടത്. എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ഫസ്റ്റത്തെ ലെവൽ ക്ലിയർ ചെയ്തിട്ട് രണ്ടാമത്തെ ലെവലിലേക്ക് പോയി അതിന്റെ മാർക്ക് അനുസരിച്ച് നിങ്ങൾക്ക് നല്ല റാങ്കിൽ മെറിറ്റ് ലിസ്റ്റിൽ വരാനും പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ മറക്കരുത് കേട്ടോ. സോ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫസ്റ്റത്തെ ലെവൽ എക്സാമിന്റെ മാർക്ക് വെച്ചിട്ടല്ല നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റ് വരുന്നത്, രണ്ടാമത്തെ ലെവലിന്റെ മാർക്ക് ലിസ്റ്റ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ CGLന്റെ നോട്ടിഫിക്കേഷൻ വന്നു, CHSLന്റെ നോട്ടിഫിക്കേഷൻ വന്നു, ഇനി MTS വരുന്നുണ്ട്, SSCയുടെ കുറെ നോട്ടിഫിക്കേഷൻസ് വരുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ബാങ്കിങ്ങിന്റെ ഒരുപാട് നോട്ടിഫിക്കേഷൻസും ഇതേ സമയത്ത് തന്നെ വരുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ഒരു സൊല്യൂഷൻ നമ്മുടെ എൻട്രിയിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എല്ലാ സെൻട്രൽ ഗവൺമെന്റ് ബാച്ചസിലും കൂടി ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു ഫൗണ്ടേഷൻ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പ്രത്യേകത, എല്ലാ എക്സാംസിന്റെയും അറ്റ് 1 ഷോട്ട് നിങ്ങളുടെ പ്രിപ്പറേഷന് സഹായിക്കും എന്നുള്ളതാണ്. ഇനി അതല്ല, നിങ്ങൾ വീട്ടിലിരിക്കുന്ന ഒരു ഹൗസ് വൈഫോ അല്ലെങ്കിൽ പുറത്ത് ജോലിക്ക് പോകുന്ന ഒരു വർക്കിംഗ് പ്രൊഫഷണലോ അധികം രാത്രി ഫ്രീ ടൈം കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നൈറ്റ് ബാച്ചസും എൻട്രിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അത് മാത്രമല്ല, ഇപ്പോൾ നിങ്ങളൊരു സ്പെസിഫിക് എക്സാം ടാർഗറ്റ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ CHS കൂടുതലും ക്ലറിക്കൽ ജോലി ആയതുകൊണ്ട് ഫീമെയിൽസ് പ്രിഫർ ചെയ്യുന്ന ഒരു ജോലിയാണിത്. സോ അങ്ങനെ ഉള്ളവർ ഒരു സ്പെസിഫിക് എക്സാം ടാർഗറ്റ് ചെയ്താണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ എക്സാം ഓറിയന്റഡ്, എക്സാം ടാർഗറ്റഡ് ക്രാഷ് ബാച്ചസും എൻട്രി ആപ്പിൽ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി അത് കൂടാതെ ആദ്യമായിട്ട് നിങ്ങൾ ഈ എക്സാം എഴുതാൻ പോവാണ്, ഇപ്പം ജസ്റ്റ് +2 ഒക്കെ കഴിഞ്ഞതേ ഉള്ളൂ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള ആ ഒരു, അത്ര സീരിയസ് ആയിട്ട് എക്സാം എഴുതുന്നില്ല, മേ ബി നെക്സ്റ്റ് ടൈം ഇത്രയും കൂടെ സൂക്ഷിച്ച് എഴുതാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങൾക്കെങ്കിലും, നിങ്ങൾ പേടിക്കേണ്ട. ഇത്തവണ നിങ്ങൾ 1 വർഷത്തേക്ക് നമ്മുടെ കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ 3 വർഷത്തേക്കുള്ള വാലിഡിറ്റിയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതായത് നിങ്ങൾ സീരിയസ് അല്ലാതെ എക്സാം എഴുതുമ്പോഴും നിങ്ങളുടെ സീരിയസ് പ്രിപ്പറേഷനിലും ഒക്കെ നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞ ബാച്ചസിലെല്ലാം തന്നെ നമ്മുടെ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്ന ലൈവ് ക്ലാസ്സസും പിന്നെ റെക്കോർഡഡ് ക്ലാസ്സസും മെന്റർ സപ്പോർട്ടും മോക്ക് ടെസ്റ്റും ക്വിസുകളും ഇതെല്ലാം തന്നെ അവൈലബിൾ ആണ്. സോ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ ജൂണിൽ നടക്കുന്ന ഒരു എഡ്യു ഫെസ്റ്റിന്റെ ഭാഗമായിട്ടാണ് ഓഫേഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പൊ ഞാനിപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഫസ്റ്റ് ടൈം എക്സാമിന് അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിലും അല്ലെങ്കിൽ അതായത് നിങ്ങളൊരു കറന്റ് ഡിഗ്രി സ്റ്റുഡന്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഡിഗ്രി ജസ്റ്റ് പാസ്സായ ആളാണെങ്കിലും അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രം നമ്മൾ ട്രിപ്പിൾ വാലിഡിറ്റിയും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നിങ്ങൾ മിസ് ചെയ്ത് കളയരുത്. സോ അപ്പോൾ ഈ എഡ്യു ഫെസ്റ്റിന്റെ ഭാഗമായിട്ട് നമ്മുടെ എല്ലാ കോഴ്സസും വളരെ നല്ല ഓഫേഴ്സിലാണ് റൺ ആവുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ ജസ്റ്റ് നിങ്ങൾക്ക് നമ്മളെ കണക്ട് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഈ എക്സാമിന് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് അറിയില്ല, നിങ്ങളുടെ എലിജിബിലിറ്റി അറിയില്ല, ഏതൊക്കെ സർട്ടിഫിക്കറ്റ് വേണമെന്ന് അറിയില്ല, അങ്ങനെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഈ നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ വിളിക്കാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് വിളിക്കാൻ മടിയാണെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മളൊരു ഗൂഗിൾ ഫോം കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സോ അതിലൂടെയും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനി പഠനത്തിനുള്ള സമയമാണ്. അപ്പോൾ പഠിക്കാനുള്ളവർ എത്രയും പെട്ടെന്ന് നന്നായി തന്നെ നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്തുകൊള്ളുക. ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ബാച്ചസും വേഗം ഫിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ക്ലാസ്സസ് നമ്മൾ ഉടനെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ഒപ്പം ചേർന്ന് നിങ്ങളുടെ പഠനവും സ്റ്റാർട്ട് ആക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.